ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം കേരള മാർഗദർശക മണ്ഡലം വളരെ ചിന്തിച്ച് കേരളത്തിലുടനീളം ഒരു ധർമ്മ സന്ദേശയാത്ര നടത്താൻ നിശ്ചയിച്ചു. ആ യാത്രയ്ക്ക് മുൻപായിട്ട് വിശേഷിച്ച് കർക്കിടകത്തിലെ രാമായണ മാസത്തോടനുബന്ധിച്ചും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചും നവരാത്രിയോടനുബന്ധിച്ചുമൊക്കെ കേരളത്തിൽ ഉടനീളം വിവിധ കാര്യക്രമങ്ങൾ നടത്തി. പ്രത്യേകിച്ച് യുവസമ്മേളനങ്ങൾ, പല സമ്മേളനങ്ങൾ. അനന്തരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ ഒരു ധർമ്മ സന്ദേശ യാത്ര നടക്കുകയാണ്. ഇതിൻ്റെ പിന്തുടർച്ചയായിട്ട് നമ്മുടെ സമാജത്തിന് കൂടുതൽ ശക്തിയും ഏകതയും പകരുന്നതിനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഏതായാലും മധ്യത്തിലുള്ള യാത്രയിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള മംഗളൂരു കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്ന്, അവിടുന്ന് ശ്രീകോവിലിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ച് ആ ദീപം കാസർഗോഡും കണ്ണൂരും വയനാടും എല്ലാം പകർന്നു നൽകി ഇപ്പോൾ കോഴിക്കോട്ടിലെത്തിയിരിക്കുകയാണ്. ഈ ധർമ്മസന്ദേശ യാത്രയിൽ 2 തരം കാര്യപരിപാടികൾ. ഒന്ന്, സാമാന്യ സമാജത്തോടുള്ള സന്യാസിമാരുടെ സന്ദേശം. അത് വൈകുന്നേരങ്ങളിൽ വ്യത്യസ്ത ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തോട് ചേർന്നിരിക്കൽ. അത് രാവിലെ. കഴിഞ്ഞ 3 ജില്ലകളിലും വളരെ ഭംഗിയായി, പ്രതീക്ഷിച്ചതിലേറെ സജ്ജന പങ്കാളിത്തത്തോടുകൂടി ഈ 2 കാര്യപരിപാടികളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് കോഴിക്കോട് ഈ നേതൃസമ്മേളനത്തിലിരിക്കുന്നത്. ഇതൊരു പൊതുസമൂഹമല്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ പറയേണ്ടുന്ന ഭാഷയിൽ ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ സമാജത്തിൽ വേദം, വൈദിക ആചരണ പദ്ധതികൾ, യോഗം, തന്ത്രം, പൂജ, മന്ത്രശാസ്ത്രം, നൃത്തം, സംഗീതം തുടങ്ങിയവയെ പ്രചരിപ്പിക്കുന്ന ആചാര്യന്മാർ, അതുപോലെ വ്യത്യസ്ത സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വം, ആധ്യാത്മിക ശാസ്ത്രങ്ങളെയും ആശയങ്ങളെയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആചാര്യന്മാർ, അതുപോലെ ഹൈന്ദവ സമാജത്തെ ഏതെങ്കിലും വിധേന സ്പർശിക്കാൻ സാധിക്കുന്ന വ്യവസായ മേഖലയിലും
മറ്റ് ആരോഗ്യ നിയമാതി മേഖലകളിലൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയാണ് ഈ ഒരു നേതൃസമ്മേളനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പൊതുവേദിയിൽ പറയുന്ന ഭാഷയിൽ ഇവിടെ പറയുന്നില്ല, എങ്കിലും ചില പ്രധാനപ്പെട്ട ആശയങ്ങളെ നമുക്ക് പങ്കുവയ്ക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ യാത്ര ആരംഭിച്ച സന്ദർഭത്തിൽ മഹാസമാധിയെ പ്രാപിച്ച ബീതസ്പൃഹാനന്ദ സ്വാമികൾ, അദ്ദേഹം നമ്മുടെ ധർമ്മത്തിന് വേണ്ടി, വേദാന്ത പ്രസരണത്തിന് വേണ്ടി അങ്ങേയറ്റം കേരളത്തിൽ പ്രവർത്തിച്ച മഹാപുരുഷനായിരുന്നു. അദ്ദേഹത്തെ, സ്വാമിജിയെ അനുസ്മരിച്ചുകൊണ്ടാണിത്, അല്ലെങ്കിൽ അവിടെ പ്രണാമാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണിത് ആരംഭിച്ചത്. ഇപ്പോഴിതാ നമ്മുടെ ഹൈന്ദവ സേവാമേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച തന്ത്രവിദ്യാപീഠത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന, സേവാഭാരതിയുടെ വ്യത്യസ്ത സേവാ സംഘടനകളുടെ നേതൃത്വം വഹിച്ചിരുന്ന, ദീർഘകാലം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേരള പ്രാന്തത്തിൻ്റെ സംഘചാലകായിരുന്ന ശ്രീ PB മേനോൻ, അദ്ദേഹം ഇന്നലെ നിര്യാതനായിരിക്കുകയാണ്. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ക്രിയകൾ. എപ്പോഴും ഹിന്ദു സമാജത്തിൻ്റെ ഏകതയ്ക്കും ഉന്നതിക്കും വേണ്ടി യത്നിച്ച, അതേ സമയത്ത് സൂക്ഷ്മ ഉപാസനയിൽ പ്രവർത്തിച്ചിരുന്ന ആ ധന്യാത്മാവിൻ്റെ സ്മൃതിക്ക് മുമ്പിൽ പ്രണാമാഞ്ജലികൾ അർപ്പിക്കുകയാണ്. വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ സമാജത്തെ ഓരോ ജില്ലയിലും സ്പർശിക്കാൻ കഴിയുന്നവരോടാണ് ഈ നേതൃസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. ഒന്നേ പറയാനുള്ളൂ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കരുത്തോടുകൂടി മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. ആവർത്തിക്കുന്നു, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട്. കാരണം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഒരു സമാജവും ലോകത്തിൽ നിലനിന്നിട്ടില്ല, നിലനിൽക്കുകയുമില്ല. ചരിത്രം കഴിഞ്ഞു പോയതാണ്, ഒരിക്കലും തിരിച്ചു വരാത്തതാണ്. ഇന്ന് രാവിലത്തെ സൂര്യോദയം നമുക്കൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ, സാക്ഷാൽ ബ്രഹ്മാവ് ആഗ്രഹിച്ചാലും കാണാൻ കഴിയില്ല. കാരണം ഇന്നത്തെ സൂര്യോദയം കഴിഞ്ഞു, ഇനി നാളത്തെ സൂര്യോദയമേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു, ഒരിക്കലും തിരിച്ചു വരാത്ത വിധം. എന്നാൽ ഇന്നലെകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിനനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്താനും ഭാവിയിലേക്ക് ശക്തിമത്തായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന സമാജം മാത്രമേ ലോകത്തിൽ നിലനിന്നിട്ടുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഈ പ്രദേശം, കേരളത്തിൽ എല്ലാ പ്രദേശങ്ങൾക്കും തനത് സവിശേഷതകളുണ്ട്. എങ്കിൽ തന്നെയും ഈ പ്രദേശം ശക്തിയുടെ, വീരോപാസനയുടെ മുഖ്യ സ്ഥാനമാണ്. മിക്കവാറും തറവാടുകളോട് ബന്ധപ്പെട്ട് ശാക്തേയ ഉപാസനകൾ നടന്ന ഇടം, അവിടങ്ങളിൽ ശക്തിയെ സമാരാധിച്ച ഇടം. അതിനായിക്കൊണ്ട്
പ്രത്യേകം പ്രത്യേകം പിടാരരും ഗുരുക്കന്മാരും ഒക്കെ പ്രവർത്തിച്ച ഇടം. അതുമാത്രമോ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആയോധന കലയിൽ അദ്വിതീയമായ പ്രാവീണ്യമുള്ള കളരിപ്പയറ്റിൻ്റെ വലിയ മർമ്മദർശികളായ ആചാര്യന്മാർ പ്രവർത്തിച്ച ഇടം. ചിലപ്പോൾ നമ്മൾ ഉണ്ണിയാർച്ചയെയോ അല്ലെങ്കിൽ തച്ചോളി യോധനനൊക്കെ പറഞ്ഞു എന്ന് വരും. അല്ല, ആയിരക്കണക്കിന് ആ പരമ്പര അറ്റുപോകാതെ ഇന്നും നിലനിൽക്കുന്ന പ്രദേശമാണിത്. ശക്തിയുടെ കരുത്തിൻ്റെ ഉപാസനാസ്ഥലം. അതുപോലെ തോലനെ പോലുള്ള മഹാകവികളുടെ, സരസകവികളുടെ, സംസ്കൃത വിദ്വാൻമാരുടെ സ്ഥാനം ശുദ്ധ സംസ്കൃതത്തിൽ വ്യവഹരിച്ചിരുന്ന സ്ഥപതികളും വൈദ്യന്മാരും ഏറെ നിവസിച്ച പ്രദേശം. എത്രയോ അവധൂത മഹാത്മാക്കൾ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച പ്രദേശം. ഇതെന്തിനിതൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാൽ, സ്വന്തം ചരിത്രത്തെ ഓർമ്മിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ജനസമൂഹം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ്. ഇന്ന് ഇതിനെ മറ്റു പലതുമാക്കുകയാണ്. ബോധപൂർവം മലയാളിയുടെ സവിശേഷമായ മറ്റ് പ്രദേശത്തുകാർക്ക് ഏറെ വഴങ്ങാത്ത വർണ്ണമാണ് ഴ. നമുക്ക് വാഴയും കോഴിയും, കോഴിക്കോടും മൊഴിയും പൂഴിയും എല്ലാം വഴങ്ങും. പക്ഷെ മറ്റ് പ്രദേശത്തുള്ളവർക്ക് ഏറെ വഴങ്ങാത്തതാണ് ഴ. ഇന്ന് പരസ്യ ബോർഡുകളിൽ പോലും കോഴിക്കോട് കോയിക്കോടാവുന്നു. വികലമായ ഉച്ചാരണം ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ വിരോധമില്ല. അത് ഉച്ചാരണ വൈകല്യമാണെന്ന് നമുക്ക് സഹിക്കാം, ക്ഷമിക്കാം. പക്ഷേ ഈ കോഴിക്കോട് തന്നെ ഒട്ടനേകം പരസ്യ ബോർഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കോടെന്ന് എഴുതിയിട്ട്. അത് ബോധപൂർവമാണ്. ഭാഷയെ നശിപ്പിച്ചാൽ ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിയും. ഇവിടെ വിവിധ പലഹാരങ്ങളുടെ നാടാണിത്. പുട്ടിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയും നാടാണ്. മറ്റൊരു പ്രദേശത്തും ഇല്ലാത്ത കലത്തപ്പവും ഉണ്ടയും കോഴിക്കോടിൻ്റെ സ്വന്തമാണ്. ഇവിടെ കുറ്റിയാടി പേരാമ്പ്ര ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ട ഒന്ന് മുറിക്കണമെങ്കിൽ ചിലപ്പോൾ മഴു വേണ്ടി വരും. ആ ജാതിയ കല്ലാച്ചി നാദാപുരം ആ ഭാഗത്തൊക്കെ. ഇത്ര നന്നായിട്ട് വെള്ളയപ്പവും പുട്ടും മറ്റൊരു പ്രദേശത്തും ഇല്ല. ഇപ്പം വ്യാപിച്ചു. ഇപ്പോൾ നോർത്ത് ഇന്ത്യ പോയാലും പുട്ടുണ്ട്. കഴിഞ്ഞ മാസം അമേരിക്കയിൽ പോയപ്പോൾ അവിടെയും പുട്ടുണ്ട്. അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ അതിൻ്റെ കേന്ദ്രസ്ഥാനം ഇവിടെയാണ്. ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ പറയുന്നത് കൊണ്ട് മാംസാഹാരം കഴിക്കരുത്, മത്സ്യാഹാരം കഴിക്കരുതെന്ന് ചിദാനന്ദപുരസ്വാമി പറഞ്ഞു എന്നാരും പറഞ്ഞേക്കരുത്. മാംസം കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാംസം കഴിച്ചോളൂ, മത്സ്യം കഴിക്കണം എന്നുള്ളവർ മത്സ്യം കഴിച്ചോളൂ.
അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ കോഴിക്കോട് പല ഫുഡ് ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട്. പല മാധ്യമങ്ങളാണ് അത് സംഘടിപ്പിക്കുന്നത്. സ്പോൺസർമാർ നൽകുന്ന, കൂടുതൽ പൈസ നൽകുന്ന സ്പോൺസർമാർ എന്ത് ആക്കി തീർക്കാൻ ഇച്ഛിക്കുന്നു അങ്ങനെ ആക്കി തീർത്തുകൊണ്ട് ഈ കോഴിക്കോടെന്ന് പറഞ്ഞാൽ വെറും മത്സ്യത്തിൻ്റെയും വെറും മാംസത്തിൻ്റെയും മാത്രം നാടാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പ്രതിവർഷം ഇവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. അല്ലെന്ന് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റില്ല? ഇപ്പം പറയാം. സ്വാമി, അതൊക്കെ അകസ്മാത് സംഭവിക്കുന്നതാണ്. അല്ല, വ്യക്തമായ കാഴ്ചപ്പാടിനനുസരിച്ച് ഭാഷ, ഭക്ഷണം, ഭൂഷ, വസ്ത്രം ഇവയെ സ്വാധീനിച്ച് ഇവയിലൂടെ ഒരു സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കാനും അട്ടിമറിക്കാനും ഉള്ള ആസൂത്രിതങ്ങളായ നീക്കങ്ങളുടെ പരിണാമങ്ങളാണിതൊക്കെ. ഇതെന്തിന് പറഞ്ഞു തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, ഈ സംസ്കാരമാകുന്ന അടിത്തറ ശക്തമായി നിന്നാൽ മാത്രമേ നമ്മുടെ മറ്റെന്തും ഉണ്ടാവുള്ളൂ. എല്ലാ മേഖലയിലും നമ്മൾ ഉയർന്നു പോകണം. സാമ്പത്തികമായി ഉയരണം, ഏറ്റവും പ്രധാനമാണ്. കച്ചവടത്തിൽ ഉയരണം, കൃഷിയിൽ ഉയരണം. കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം വന്നു. നിങ്ങൾ ഈ ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായിട്ട് നവകേരളമല്ല വേണ്ടത് എന്ന് പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾക്ക് ഏത് കേരളമാണ് വേണ്ടത്? ജാതിഹീനതയുടെ, തൊട്ടുകൂടായ്മയുടെ, തീണ്ടിക്കൂടായ്മയുടെ കേരളമാണോ നിങ്ങൾക്ക് വീണ്ടും സൃഷ്ടിക്കേണ്ടത് എന്ന് ചോദിച്ചൊരു പരമ്പരയായി ചോദ്യങ്ങളൊക്കെ വന്നു. നമ്മൾ പറഞ്ഞു, സഹോദര, ഏതെങ്കിലും പത്രത്തിൽ തലക്കെട്ട് കൊടുത്തത് മാത്രം വായിച്ച് അഭിപ്രായം പറയാതെ ആ പ്രസംഗം ഒന്ന് കേൾക്കൂ, എന്താണ് പറഞ്ഞതെന്ന് കേൾക്കൂ. ഇവിടെ ഉണ്ടായിരുന്ന അന്ധകാരാവൃതമായ ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ അവസ്ഥ വേദവിരുദ്ധമായി വന്നതാണ്. അതിനെ ഇല്ലാതാക്കി നവീകരിച്ചത് വേദജ്ഞന്മാരായ ആചാര്യശ്രേഷ്ഠന്മാരാണ്. അവരുടെ സന്ദേശം ഉൾക്കൊണ്ട് കേരള തനിമയിലേക്ക് പോകാനാണ് ആഹ്വാനം ചെയ്തത്. ആ കേരള തനിമയ്ക്ക് വലിയൊരു ദൃഷ്ടാന്തം പറയാം. കേരളത്തിൻ്റെ മധ്യത്തിലൂടെ ഒരു പുഴയൊഴുകുന്നുണ്ട്. ഏതാ പുഴ? പാലക്കാട് പുഴയല്ല, ഒട്ട് കേരള പുഴയുമല്ല, ഭാരതപ്പുഴയാണ്. മലയാള ഭാഷ എങ്ങനെ എപ്പോൾ ആവിഷ്കരിക്കപ്പെട്ടു എന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. പക്ഷേ അതിനൊരു സുപ്രധാന പരിണാമഘട്ടത്തിൽ അതിനെ രൂപപ്പെടുത്തിയ ആചാര്യൻ തുഞ്ചത്താചാര്യനാണ്. തുഞ്ചത്താചാര്യന് മുമ്പ് മലയാളം ഇല്ല എന്നൊന്നും പറഞ്ഞേക്കരുത്, അത് പൂർവികരോട് ചെയ്യുന്ന അപരാധമായിരിക്കും. എന്നാൽ ആ തുഞ്ചത്താചാര്യൻ തൻ്റെ അധ്യാത്മരാമായണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പറഞ്ഞു. ആ ഒരു കേരളം. അല്ലാതെ അത്യത്ഭുതകരമായ ഒരു ശാസ്ത്രജ്ഞനും ചിന്തിക്കാൻ കഴിയാത്ത ചെമ്പിനെ സ്വർണമാക്കുകയും സ്വർണത്തെ ചെമ്പാക്കുകയും ചെയ്യുന്ന കേരളം നമുക്ക് വേണ്ട. അത് അത്യത്ഭുതകരമാണ്. അയ്യപ്പൻ ഇത്രയ്ക്ക് ശക്തിയോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുക. കാരണം സ്വർണം ചെമ്പാക്കുക, ചെമ്പ് സ്വർണ്ണാക്കുക. പണ്ട് ആൽക്കമി അങ്ങനെയാണല്ലോ വളർന്നത്. ആൽക്കമി എന്നാണല്ലോ കെമിസ്ട്രി ഉണ്ടായത്. വ്യവസായശാലകൾ ആരംഭിക്കുന്നതിന് മുമ്പ് സമരപ്പന്തലുകൾ തുടങ്ങി ആ വ്യവസായത്തെ പൂട്ടിക്കുന്ന കേരളം നമുക്ക് വേണ്ട.
കൃഷിസ്ഥലങ്ങളിൽ കൊടിനാട്ടി കൃഷികൾ നശിപ്പിക്കുന്ന കേരളം നമുക്ക് വേണ്ട. അത്തരം നവകേരളം വേണ്ട എന്നാ പറഞ്ഞേ, അല്ലാണ്ട് മറ്റൊന്നല്ല. ഇത് മഹാത്ഭുതമാണ്. ഞാനിങ്ങനെ വിചാരിക്കുക, എന്തെങ്കിലും ഒരു കുറച്ച് ചെമ്പ് കിട്ടിയിട്ട് അതൊന്ന് സ്വർണ്ണാക്കി കിട്ടിയാൽ ആശ്രമത്തിൻ്റെ കടമൊക്കെ ഒന്ന് തീരുമായിരുന്നു എന്ന് ഞാനിങ്ങനെ വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ടെക്നോളജി ആരെ കണ്ടാലാ പറയാൻ പറ്റുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ അതാണ് നവകേരളം. ആ നവകേരളം നമുക്ക് വേണ്ട എന്നാ പറഞ്ഞേ. അപ്പോൾ ഇവിടെയും ചിലപ്പോൾ മാധ്യമക്കാരുണ്ടാവും, മാധ്യമ സുഹൃത്തുക്കളെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കോഴിയുടെ പകുതി കറി വെച്ച് പകുതി മുട്ട ഇടാൻ വെക്കരുതേ. സ്വീകരിക്കുകയാണെങ്കിൽ മുഴുവൻ സ്വീകരിക്കുക, അല്ലെങ്കിൽ മുഴുവൻ അങ്ങ് തള്ളിയേക്കുക. മറ്റത് ചെലവാകുന്ന കാലം കഴിഞ്ഞുപോയി. കാരണം നമ്മുടെ സമാജം കുറച്ചൊക്കെ ബോധമുള്ളതായിട്ടുണ്ട്. എക്കാലവും പഴയ കുറേ കഥകളുണ്ടല്ലോ, അത് ചെലവാകുമൊന്നുമില്ല. അത് ചെലവാകാതെയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം വയറിനും കൈക്കും മുകളിലുള്ള ചില അവയവങ്ങൾ കുറച്ചൊക്കെ പ്രകാശമാനമാക്കാൻ ഒരുപാട് ആചാര്യന്മാർ, ബ്രഹ്മചാരിമാരും ഗൃഹസ്ഥന്മാരും സന്യാസിമാരും ഒക്കെയായ ആചാര്യന്മാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയാനുള്ളത്, എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും നമ്മുടെ സമാജത്തെ സമ്പന്നമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ യോഗം പഠിപ്പിക്കുന്നവരാണോ? യോഗാചാര്യന്മാർ ഇവിടെ ഉണ്ട്, ലോകപ്രസിദ്ധന്മാരായ യോഗാചാര്യന്മാർ ഇവിടെ ഉണ്ടെന്നറിയാം. അതുപോലെ ലോകം മുഴുവൻ വേദം പഠിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടെന്നറിയാം. വ്യത്യസ്ത സാമുദായിക സംഘടനകൾ ഉണ്ടെന്നറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും നമ്മുടെ സമാജത്തെ സാമ്പത്തികമായി ഉയർത്തുന്നതിനുള്ള സന്ദേശങ്ങൾ നൽകിയേ മതിയാവും. ഇതിൽ വലിയ അപരാധം നമ്മൾ ഇടക്കാലത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആധ്യാത്മിക പ്രഭാഷകന്മാർ ഈ പണമൊന്നും ആഗ്രഹിക്കരുത്. പണം ആളെ കൊല്ലിയ. വേണമെങ്കിൽ സംസ്കൃതം പഠിക്കാതെ ശങ്കരാചാര്യസ്വാമികളുടെ ഒരു വരി ഉദ്ധരിക്കും, അർത്ഥം അനർത്ഥം ഭാവയ നിത്യമെന്ന്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് ആദ്യം പഠിക്കണ്ടേ? ഇത് കഴിഞ്ഞാൽ സ്വാമിയാർക്ക് ദക്ഷിണ കിട്ടുകയും വേണം. സമൂഹത്തോടെന്ത് പറഞ്ഞു? നിങ്ങൾ പണം ആഗ്രഹിക്കരുത്. സ്വാമിയാർ ചിദാനന്ദപുരി സ്വാമിക്ക് എന്ത് വേണം? ദക്ഷിണ വേണം താനും. തെറ്റ്. വേദം നമ്മളോട് ആഹ്വാനം ചെയ്തത് വ്യക്തിയും കുടുംബവും സമാജവും സമ്പന്നമാകാനാണ്. ഭൂത്യൈ ന പ്രമദിതവ്യം കുശലാൽ ന പ്രമദിതവ്യം. ഒരു പടി കൂടി കടന്നിട്ട് യയാ കയാച വിധയാ ബഹുവന്നം പ്രാപ്നുയാത്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നീ കുറേ ധനം ഉണ്ടാക്കൂന്നാ പറഞ്ഞ്. ഒരിടത്തും ഞാൻ ഒന്നുമില്ലാത്തവനാകണം, ദരിദ്രനാകണം എന്ന് പറഞ്ഞിട്ടില്ല. ഒരിടത്ത് പറഞ്ഞിട്ടില്ല. നോക്കൂ, വേദത്തിൽ നിത്യപാരായണത്തിന് വിഹിതമായ ഭാഗങ്ങളിൽ ഒന്നാണ് ശ്രീരുദ്രം. ശ്രീരുദ്രത്തിൽ ഒരധ്യായം മുഴുവൻ ചമകമാണ്. എന്തുകൊണ്ട് ചമകം? എല്ലാ മന്ത്രങ്ങളും അവസാനിക്കുന്നത് ച മേ ച മേ ച മേ എന്ന് പറഞ്ഞിട്ടാണ്. എന്ത് ച മേ? എനിക്ക് സ്വർണം വേണം, എനിക്ക് വെള്ളി വേണം, എനിക്ക് രത്നം വേണം, എനിക്ക് കോലാട് വേണം, എനിക്ക് ചെമ്മരിയാട് വേണം, എനിക്ക് പശുവിനെ വേണം, കാളയെ വേണം, കുതിര വേണം, ആന വേണം, പരുത്തി വസ്ത്രം വേണം, കമ്പിളി വസ്ത്രം വേണം, പട്ടുവസ്ത്രം വേണം. അങ്ങ് പോവുക പട്ടിക. 300 ചില്ലുവാൻ പ്രാർത്ഥനകൾ. ഇന്നിപ്പോൾ നമ്മുടെ ഒരു കിൻഡർ ഗാർട്ടൻ കുട്ടിയോടോ അല്ലെങ്കിൽ പ്രീ KG കുട്ടിയോടൊക്കെ ഒരു ചമകം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അയാൾ പറയും, എനിക്കൊരു ഒരു iPhone 17 വേണം, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വേണം എന്നൊക്കെ പറയും. പറയട്ടെ, നമ്മുടെ കുട്ടികൾ സാങ്കേതിക പരിജ്ഞാനത്തിൽ ഉയരട്ടെ. ആഗ്രഹിക്കുന്നവരാകട്ടെ അവർ. നാളെയിലേക്ക് ഉയരാൻ സ്വപ്നം കാണുന്നവരാകട്ടെ അവർ. അല്ലാതെ മന്ദന്മാരും അലസന്മാരുമായി കുറേ എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല.
അതുകൊണ്ട് സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള സന്ദേശം ഓരോ സംഘടനാ നേതൃത്വവും തങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ പ്രചരിപ്പിച്ചിരിക്കണം. കച്ചവടം ചെയ്യാൻ, കൃഷി ചെയ്യാൻ, മാറിവരുന്ന കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാൻ അത് പ്രധാനമാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഇന്നത്തെ വ്യാപനം നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം കൊണ്ട് തന്നെ നമ്മുടെ തൊഴിൽ മേഖലകളിൽ വലിയ പരിവർത്തനം വരും. ഇന്നത്തെ IT മേഖലയൊന്നും ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇതുപോലെ മുഴുവൻ മാറ്റം വരും. അപ്പോൾ കാലത്തിനനുസരിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ ഉതകുന്ന കാഴ്ചപ്പാട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. പഴയ കച്ചവട രീതി, പഴയ കൃഷി രീതിയും കൊണ്ട് ഇരുന്നുകൊണ്ട് കാര്യമില്ല. കാലത്തിനനുസരിച്ച് അവയെ നവീകരിക്കാൻ സാധിക്കണം. അല്ലാത്തവർ പിന്തള്ളപ്പെടും, ഉറപ്പാണ്, പിന്തള്ളപ്പെടും. കാലത്തിനനുസരിച്ച് നവീകരിക്കാത്തത് കൊണ്ട് ഒട്ടനവധി വ്യാപാര ശൃംഖലകൾ, പ്രത്യേകിച്ച് വാഹന വിതരണ മേഖലയിൽ ഹിന്ദുവിന് നഷ്ടമായത് ഇപ്പം എണ്ണി പറഞ്ഞു തരാൻ പറ്റും, ദക്ഷിണ ഭാരതത്തിൽ മാത്രം. അപ്പോൾ കമ്പനി കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടു, അവർക്ക് സാധിച്ചില്ല. ആ സ്ഥാനത്ത് വേറുള്ളവർ കടന്നുകൂടി, അവർക്ക് ഏജൻസി കിട്ടി. അപ്പോൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയണം, അത് മുഖ്യമാണ് ഏത് മേഖലയിലും. ഒരാൾ വന്ന് പറഞ്ഞു, സ്വാമി പണ്ടത്തെ പോലെ പണിയില്ല, ജീവിതം വളരെ കഷ്ടപ്പാടിലാണ്, ഞങ്ങൾക്ക് പരമ്പരാഗതമായ ആശാരിപ്പണിയാണ്, ഇപ്പോൾ ഫർണിച്ചർ ആരും ഉണ്ടാക്കിക്കുന്നില്ല, ഒക്കെ ഈ ഇമ്പോർട്ട് ചെയ്ത് അടക്കമുള്ള ഫർണിച്ചറുകൾ വാങ്ങുകയാണ് ഫർണിച്ചർ കടകളിൽ നിന്ന്. പിന്നെ കുറച്ച് ജനവാതിലും വാതിലും കട്ടിലകളൊക്കെ ആയിരുന്നു ആകെയുള്ളത്, അതും ഇല്ലപ്പോൾ. നിങ്ങൾ പുതിയ എന്തെങ്കിലും നോക്കൂ. മരത്തിൻ്റെ പ്ലേറ്റുകൾ ഉണ്ടാക്കൂ, മരത്തിൻ്റെ ബൗളുകൾ ഉണ്ടാക്കൂ, മരത്തിൻ്റെ സ്പൂണുകൾ, കയ്യിലുകൾ ഉണ്ടാക്കൂ. ആമസോണോ ഫ്ലിപ്കാർട്ടോ ഈബേയോ എന്തെങ്കിലും ചില ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വിപണനം ചെയ്യൂ. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ അയാൾ ആശ്രമത്തിൽ വന്നു. നല്ല വലിയൊരു കാറിലൊക്കെയാണ് വന്നത്. സ്വാമി നല്ല വരുമാനമാണ്. ഞാൻ പറഞ്ഞു, കമ്മീഷൻ മറക്കണ്ട, ദക്ഷിണ. തമാശയ്ക്ക് പറഞ്ഞതാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം, എനിക്ക് തൊഴിലില്ല എന്നും പറഞ്ഞ് ഇന്നൊരാൾ ഇരിക്കരുത്. അപ്പോൾ നമ്മളെയൊക്കെ പലരും ചാണകസ്വാമി എന്നാണ് വിളിക്കുക, ചാണകസ്വാമി. ഈ ചാണകം നല്ലപോലെ പാകത്തിനുണക്കി, അല്പം ഗോമൂത്രം കൂടി ചേർത്ത് നല്ലപോലെ ഉണക്കി ചതുരത്തിൽ മുറിച്ച് വൃത്തിയിൽ പാക്ക് ചെയ്ത് ഒന്നാം തരം ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി പാക്കിങ്ങോട് കൂടി ഒരു ഓൺലൈൻ പോർട്ടലിൽ നിങ്ങൾ വിപണനം ചെയ്യൂ. ഗ്യാരണ്ടി തരുന്നു, വാക്ക് മാറ്റില്ല. ഒരു 30,000 രൂപയെങ്കിലും മാസം ലാഭം കിട്ടും, ഉറപ്പ്. കാരണം അത്രയ്ക്കധികം ആൾക്കാർ ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിത്യ അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ മാത്രം നിത്യ അഗ്നിഹോത്രം ചെയ്യുന്ന കുടുംബങ്ങൾ ലക്ഷക്കണക്കിനുണ്ട്, ലക്ഷക്കണക്കിന്. അനുഭവമാണ് പറയുന്നത്, വെറുതെ പറയുകയല്ല. നല്ല ശുദ്ധമായത് കൊടുത്താൽ വാങ്ങും. പറമ്പിൽ അവിടെ എവിടെയും കൂടിക്കിടക്കുന്ന ഇലകൾ കത്തിച്ചു കളയുന്നതിന് പകരം ഒന്ന് അടിച്ചു കൂട്ടി കുറച്ച് ശർക്കര വെള്ളവും കുറച്ച് ഗോമൂത്രവും ചേർത്ത് അത് വളമാക്കി നല്ല പാക്ക് ചെയ്ത് ഓൺലൈൻ പോർട്ടലിൽ വിപണനം ചെയ്യാമെങ്കിൽ എന്തായാലും 10-30,000 രൂപ മാസം കിട്ടും, ഉറപ്പ്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് സാമ്പത്തികമില്ല, തൊഴിലില്ല എന്നാരും പറഞ്ഞേക്കരുത്. ഉണ്ടാക്കാൻ ആയിരക്കണക്കിന് വഴികൾ നമ്മുടെ മുമ്പിൽ ഇന്നത്തെ നവീന സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ട് തുറന്നു വച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ, സംഘടനകളിൽ അതിനുള്ള പരിശ്രമം ചെയ്യണം. ഈ കൂട്ടത്തിൽ പലരും ക്ഷേത്ര പ്രവർത്തകർ, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്നറിയാം, മനസ്സിലാവുന്നു. കോഴിക്കോടായതുകൊണ്ട് വിശേഷിച്ചും പലരെയും ഇവിടുന്ന് കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ പഞ്ചായത്തുകളിൽ ഒരു ക്ഷേത്ര കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിക്കൂടെ? ഒരു ക്ഷേത്രത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല ഇനി പറയാൻ പോണത്. അതുകൊണ്ടാണ് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുക ഒരു പഞ്ചായത്തിൽ. അവിടത്തേക്ക് വേണ്ട തുളസി, അവിടത്തേക്ക് വേണ്ട തെച്ചി, അവിടത്തേക്ക് വേണ്ട ഹോമത്തിന് വേണ്ട ഹവിസുകൾ, സമിധകൾ, അവിടത്തേക്ക് വേണ്ട കർപ്പൂരം, അവിടത്തേക്ക് വേണ്ട ചന്ദനത്തിരി, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? ശുദ്ധമായിട്ട് ചിന്തിക്കുക. ഇതൊക്കെ നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ ഇടത്തട്ടുകൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ്, അതിൻ്റെ ലാഭം എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് വല്ല ബോധമുണ്ടോ? ഇപ്പം വ്യാപകമായിട്ടൊരു സാധനമുണ്ട്, വിളക്കെണ്ണ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എത്രയോ ഭാഷാപരമായി ആലോചിച്ചിട്ടുണ്ട്. ഭാഷയിൽ വലിയ പരിജ്ഞാനമൊന്നും ഇല്ലെങ്കിലും കടലയാട്ടിയാൽ കടലെണ്ണ കിട്ടും, എള്ളാട്ടിയാൽ എള്ളെണ്ണ കിട്ടും, തേങ്ങയാട്ടിയാൽ തേങ്ങ എണ്ണ കിട്ടും, സൂര്യകാന്തി ആട്ടിയാൽ സൂര്യകാന്തി എണ്ണ കിട്ടും. വിളക്കാട്ടിയാൽ എങ്ങനെയാണ് വിളക്കെണ്ണ കിട്ടുക? എനിക്കറിയില്ല. ഞാൻ എത്രയോ ആലോചിച്ചിട്ടൊരു പിടി കിട്ടിയിട്ടില്ല. അപ്പോഴന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായ, സ്വാമി, ഹോട്ടലുകളിൽ 2 തരം പാത്രങ്ങളുണ്ടാവും വേസ്റ്റ്. ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച വേസ്റ്റ് ഇടാനുള്ളൊരു സാധനം, അത് പന്നി ഫാമിലേക്കാണ് പോവുക. അത് മൊത്തത്തിൽ കളക്ട് ചെയ്ത് പന്നി ഫാമിലേക്ക് രാത്രി പോവും. രണ്ടാമത്തത് ഇറച്ചി, മത്സ്യം, പപ്പടം തുടങ്ങിയവ കാച്ചിയും പൊരിച്ചും ഉപയോഗിച്ച് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഒഴിച്ചു വെക്കാനുള്ള പാത്രമാണ്. യവനെ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. യവനെ കളക്ട് ചെയ്ത് മൾട്ടി ഫിൽട്ടർ ചെയ്ത് നല്ല എള്ളിൻ്റെ ഫ്ലേവറും അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ അതാ വന്നു വിളക്കെണ്ണ. ഇതാണ് ക്ഷേത്രങ്ങളിൽ അടക്കം കത്തിക്കുന്നത് പലയിടത്തും. പൂജ ചെയ്യുന്ന ആൾക്കാർക്ക് ശ്വാസകോശ ക്യാൻസർ അല്ല, ശ്വാസകോശം തന്നെ ഉണ്ടാവുമോ എന്ന് സംശയമാണ്. എന്തുകൊണ്ട് നമുക്ക് മാറി ചിന്തിക്കേണ്ട സമയമായി എന്ന ബോധം വരുന്നില്ല? ചിന്തിക്കുക, ചിന്തിച്ചേ മതിയാവും. അതുകൊണ്ട് ആകാവുന്ന മേഖലകളിൽ സഹകരിച്ച് ഒരു സമാജത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഉതകുന്ന പ്രവർത്തനം നാം ചെയ്യണം എന്നുറപ്പിക്കണം. ഏത് വ്യക്തിയാണോ, ഏത് സമാജമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത്, അവർ ചവിട്ടി മതിക്കപ്പെടും, ഉറപ്പാണ്. ഇത് വളരെ പ്രാധാന്യേന ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ സമാജത്തെ മറ്റു ചില സകാരങ്ങൾ കൂടി ഉപാസിക്കാൻ പഠിപ്പിക്കണം. മറ്റു ചില സകാരങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പം സമ്പത്താ പറഞ്ഞത്. 4 സകാരങ്ങൾ ഉപാസിക്കണം. 4 സകാരങ്ങൾ. സമ്പത്ത് പറഞ്ഞു, സംസ്കാരം. നമ്മെ നാമാക്കിയത് നമ്മുടെ സംസ്കാരമാണ്. ഈ സംസ്കാരം, ഈ സനാതന സംസ്കാരം നിലനിന്നാൽ മാത്രമേ ഭാരതം നിലനിൽക്കൂ, ലോകത്തിന് ശാന്തി ഉണ്ടാവും. ഈ സംസ്കാരത്തെ ഉപാസിക്കുന്നവരാകണം നമ്മൾ, ആക്കണം നമ്മുടെ സംഘടനകളെ. മുത്തശ്ശി പറഞ്ഞു തന്നു, അറിയാതെ കടലാസിലൊന്ന് ചവിട്ടിപ്പോയപ്പോൾ, മോനെ ചവിട്ടരുത്, തൊട്ട് തലയിൽ വെക്കൂ, അക്ഷരം സരസ്വതിയാണ്. അക്ഷരം സരസ്വതിയാണ്, അതുകൊണ്ട് ചവിട്ടരുത്. ഇന്ന് നമ്മൾ വീട്ടിൽ ടൈൽസ് ഇട്ടാൽ, സിമൻ്റ് ഇട്ടാൽ അത് കേടുവരാതിരിക്കാൻ അക്ഷരമുള്ള കടലാസ് വിരിച്ച് അതിൻ്റെ മുകളിൽ ചവിട്ടാൻ നമുക്കൊരു മടിയുമില്ല. കാറ് സർവീസ് ചെയ്ത് കൊണ്ടുവന്നാൽ
അക്ഷരത്തിന് മുകളിൽ ചവിട്ടാൻ ഒരു മടിയില്ല. എന്തിന്? ബാത്റൂമിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ വെൽക്കം എന്നോ മറ്റോ എഴുതിയ സാധനത്തിന് മുകളിൽ ചവിട്ടാൻ നമുക്കൊരു മടിയില്ല. അക്ഷരം ചവിട്ടാൻ കഴിയായിരുന്നോ? നമുക്ക് കഴിയില്ലായിരുന്നു. അറിയാതെ ചവിട്ടിപ്പോയാൽ വലിയ കുറ്റബോധത്തോടു കൂടി തൊട്ട് തലയിൽ വെക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഒരാളെ കാലുകൊണ്ട് ചവിട്ടിപ്പോയാൽ ഉടനെ നമസ്കരിക്കുമായിരുന്നു, അല്ലെങ്കിൽ തൊട്ട് തലയിൽ വെക്കുമായിരുന്നു. കാരണം അവനിൽ കുടികൊള്ളുന്നത് ഈശ്വരനാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശർജുന തിഷ്ഠതി. അതുകൊണ്ട് മറ്റൊരു ജീവൻ അത് ഈശ്വരൻ്റെ ദേവാലയമാണ്, അത് ഞാൻ ചവിട്ടിക്കൂടാ. ഇങ്ങനെ ചെറിയ എന്ന് നമുക്ക് തോന്നുന്ന ക്രിയകളിലൂടെ നമ്മളിലേക്ക് സംസ്കാരം പകർന്നു നൽകപ്പെട്ടിരുന്നു. അങ്ങനെ നമ്മൾ നിലനിന്നു. സംസ്കാരത്തെ ഉപാസിക്കുക, നിത്യാചരണങ്ങൾ, ചുരുങ്ങിയത് പഞ്ചമഹായജ്ഞങ്ങളെങ്കിലും ദിവസവും അനുഷ്ഠിക്കുന്ന ഒരു സമാജമാക്കി നമ്മുടെ സമാജത്തെ തീർക്കുക. നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. നമുക്കതിനുള്ള കരുത്തുണ്ട്. കാരണം പലതിനെ അന്ധമായി അനുകരിച്ച് ഒരു തരം നിസ്സഹായതയിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മുടെ സമൂഹം. ഇന്നലെ വരെ നമ്മൾ അനുഷ്ഠിച്ചതിനെ കൊണ്ട് ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ സമാജത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംസ്കാരത്തെ പകർന്നു നൽകാൻ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും സാധിക്കും. ഈ പറഞ്ഞത് കടലാസി ചവിട്ടരുത്, വേറെ ആളെ ചവിട്ടിയാൽ തൊട്ട് തലയിൽ വെക്കണം എന്നല്ലാട്ടോ. ചില മാനബിന്ദുക്കളെ പറഞ്ഞെന്ന് മാത്രം. അതിലൂടെ നമ്മളിലേക്ക് സഹസ്രാബ്ദങ്ങളായി കടന്നു വന്ന ആചരണങ്ങൾ. സമ്പത്ത്, സംസ്കാരം, രണ്ട് സകാരമായി. മൂന്നാമത്തെ സകാരം സംഘടന. വേദം അളവറ്റതാണ്. അനന്താഹ വൈ വേദാഹ. എങ്കിലും നമ്മൾ ആദ്യം സംഹിതയെ പറയും. അതിൽ തന്നെ ആദ്യം ഋക്കാണ് പറയുക. കാരണം പ്രായേണ ഋക്കിൻ്റെ അനുവർത്തനമാണ് സാമത്തിൽ കാണുന്നത്. ഋക്കുകളാണ് ഏറെയും അഥർവത്തിൽ, ഋക്കുകൾ കുറേ ഉണ്ട് യജുസ്സിലും. ആദ്യം നമ്മൾ ഋക്ക പറയും. പ്രചരിതമായ ഋഗ്വേദ സംഹിതയിൽ 10552 മന്ത്രങ്ങളുണ്ടെങ്കിൽ അവസാനം നമ്മളോട് പറഞ്ഞത്, അതിനു മുമ്പ് പലതും പറഞ്ഞു, അവസാനം പറഞ്ഞത് നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിനെന്നാണ്. സംഗച്ഛധ്വം സംവദധ്വം. ഒന്നിച്ച് നടന്നുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ പൊതുമുതൽ നശിപ്പിക്കാൻ, നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ നമ്മൾ ഒന്നിച്ചാ നീങ്ങുക. മുഷ്ടി ചുരുട്ട് ആർത്ത് ഒക്കെ നമ്മൾ നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കാൻ നീങ്ങും. അതുകൊണ്ട് ഒന്നിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ഒന്നിച്ച് നല്ലതിലേക്ക് നീങ്ങണം, ഒന്നിച്ച് നല്ലതിനെ പറയണം. ചിന്തിക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ കർത്തവ്യം നമ്മുടെ സമാജത്തിൽ ഏകതയുടെ സന്ദേശം, ഐക്യത്തിൻ്റെ സന്ദേശം, ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഉയരാൻ സാധിക്കൂ എന്ന സന്ദേശം നമ്മൾ പ്രചരിപ്പിക്കണം. അത് വാക്കുകളിലൂടെയല്ല, പ്രവൃത്തികളിലൂടെ പരസ്പര സഹകരണം ചെയ്ത്. ഞാൻ വ്യക്തിപരമായി പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. എങ്കിലും സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും അടിസ്ഥാനമായി അദ്വൈതാശ്രമത്തിൻ്റെ പ്രവർത്തനം വേദാന്ത ശാസ്ത്ര പ്രചരണമാണ്. മറ്റതൊക്കെ ബാഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അവിടെ വരുന്ന ഒരു വേദം പഠിക്കാൻ താല്പര്യത്തോടു കൂടി ഒരാൾ വന്നാൽ ഉടനെ നമ്മളൊരു വേദ വിദ്യാലയം തുടങ്ങുകയല്ല ചെയ്യുക. മറിച്ച് വേദം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് അയാളെ ഡയറക്റ്റ് ചെയ്യും. അവിടെ യോഗം പഠിക്കാൻ ഒരാൾ വന്നാൽ നമ്മളൊരു യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയല്ല ചെയ്യുക.
യോഗം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് അങ്ങനത്തെ ആചാര്യന്മാരുടെ അടുത്തേക്ക് നമ്മൾ പറഞ്ഞയക്കും. ഇങ്ങനെ പരസ്പരം സഹകരിച്ചുകൊണ്ട്, പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് കച്ചവടത്തിൻ്റെ മേഖലയിൽ വ്യത്യസ്ത മേഖലകളിലുള്ള കച്ചവടങ്ങൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട്, ഒരു പച്ചക്കറി ഒരു സ്ഥലത്ത് വിജയിച്ചാൽ ഉടനെ അപ്പുറത്ത് പച്ചക്കറി ഇടാതെ അവിടെ ഒരു സ്റ്റേഷനറി കട ഇടുക, ഒരു സ്റ്റേഷനറി വിജയിച്ചാൽ രണ്ടാമതൊരു സ്റ്റേഷനറി കട അവിടെ ഇടാതെ അവിടെ പലചരക്ക് കട ഇടുക. ഇങ്ങനെ പരസ്പരം സഹകരിക്കുന്ന ശൃംഖല വളർത്തിയെടുക്കുക. സ്വാമി, അതിനൊന്നുള്ള സാമ്പത്തികം ഇല്ല എങ്കിൽ വേറെ എന്തെല്ലാം മേഖലകളുണ്ട്. നല്ല ലാഭമുള്ള പരിപാടി കരിക്ക് വിൽപ്പന. ഒരു 5 കിലോമീറ്ററിൽ ഒരു കരിക്ക് കട നമുക്ക് തുടങ്ങിക്കൂടെ? ഇവിടെ സാമ്പത്തിക ശേഷിയുള്ളവർ, സംഘടനകൾ അങ്ങനെ ഒരു 1-2 ചെറുപ്പക്കാർക്ക് ആ ഒരു ജോലി കൊടുക്കൂ. 4000-ലധികം രൂപ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. തമിഴ്നാട്ടിൽ നിന്ന് കരിക്ക് എത്തിക്കുന്ന സംവിധാനമുണ്ട്, വിറ്റാൽ മതി. കരിക്ക് കട പ്രധാനമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല വെട്ടിത്തിളങ്ങുന്ന വജ്രായുധം പോലുള്ള 5 വെട്ടുകത്തിയെങ്കിലും ഉണ്ടാവും ഒരു കരിക്ക് കടയിൽ, ഓർമ്മിക്കുക. പച്ചക്കറി, ഉന്തുവണ്ടിക്കട വലിയ സാമ്പത്തിക മുതൽ മുടക്കില്ലാതെ ചെയ്യാവുന്നതാണ്. പഴക്കട, ഇനി ഇതിനേക്കാളൊക്കെ ലാഭമുള്ള വേറൊന്ന് പറയാം, കോഴിക്കട. സ്വാമി പറഞ്ഞു കോഴി കച്ചവടം തുടങ്ങിയോ? ഏടാ, ഇവിടത്തെ കോഴി കഴിക്കുന്നവർ കൂടുതൽ ആരാ? സർക്കാർ മതം ചോദിച്ചാൽ ഏത് മതം പറയുന്നവരാ കോഴി അധികം കഴിക്കുന്നത്? ഹിന്ദു എന്ന് പറയുന്നവരാ. പക്ഷേ കച്ചവടത്തിലോ എൻ്റെ അറിവിൽപ്പെട്ടെടുത്തോളം 1% പോലും ഇല്ല. നല്ല ലാഭമുള്ള പരിപാടിയാണ്. ഇതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ ചന്ദനത്തിരിയും കർപ്പൂരവും പറഞ്ഞു. ഈ ചന്ദനത്തിരിയും കർപ്പൂരവും മാത്രം പോരാ. ഓരോ മേഖലയിലും വലുതും ചെറുതുമായ മേഖലകളുണ്ട്. വലുതും ചെറുതുമായ മേഖലകൾ അത് തിരിച്ചറിയണം, അങ്ങനെ വിനിയോഗിക്കണം. ശ്രദ്ധിക്കുക. വലുതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തിക ഇടപാട് ചെയ്യുന്ന ആപ്പുകളും മറ്റുമുണ്ട്. അതിലേതിൻ്റെ വരുമാനമാണ് ഭാരതത്തിന് തന്നെ ലഭിക്കുക എന്നൊന്ന് ചിന്തിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊന്നിനെ വെറുക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നാളെ തൊട്ട് വാട്സപ്പ് ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാൻ എനിക്ക് അധികാരമില്ല, ഞാനും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഭാരതത്തിൻ്റെതായ ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ വാട്സപ്പിലുള്ള എല്ലാ വിശേഷങ്ങളും ഉണ്ട്, പ്ലസ് ഉണ്ട്. എന്താ ഇതിൻ്റെ പേര്? അറട്ടയോ? എല്ലാ സ്റ്റോറിലൂടെയും ആപ്പ് സ്റ്റോറിലൂടെയും കിട്ടും. ഡൗൺലോഡ് ചെയ്യുക, പരസ്പരം ഉപയോഗിക്കുക. ഭീമോ പേടിഎമ്മോ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഇങ്ങനെ ഓരോ വലുതും ചെറുതുമായ മേഖലകളിൽ വളരെ ശ്രദ്ധയോടുകൂടി, രാഷ്ട്രവീക്ഷണത്തോടുകൂടി നമ്മൾ ഒത്തൊരുമിക്കണം, സംഘടിക്കണം. നിങ്ങൾ നായരാണോ ആയിക്കോളൂ, ഈഴവരാണോ ആയിക്കോളൂ, തീയരാണോ ആയിക്കോളൂ, നമ്പൂതിരിയാണോ, ചെറുമരാണോ, പുലയരാണോ, നമ്പീശനാണോ, വാരരാണോ, മാരാരാണോ ആയിക്കോളൂ, ഒരു വിരോധവും ഇല്ല. അത്തരം സംഘടനകളിൽ അംഗങ്ങളും പ്രവർത്തകരും നേതാക്കന്മാരുമാണോ ആയിക്കോളൂ. പക്ഷേ നായരുണ്ടാവണമെങ്കിൽ ഹിന്ദു നായർ, ഈഴവരുണ്ടാവണമെങ്കിൽ ഹിന്ദു ഈഴവ, മറക്കരുത്. ഈ ഹിന്ദു എന്നുള്ള നിലയ്ക്ക് സംഘടിതമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം, കഴിഞ്ഞേ മതിയാവും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണോ പ്രവർത്തിച്ചോളൂ, ഏത് പാർട്ടിയിലാണോ പ്രവർത്തിച്ചോളൂ. പക്ഷേ ഹിന്ദുവിൻ്റെ കാര്യത്തിന്, ഈ സനാതന ധർമ്മത്തിൻ്റെ കാര്യത്തിന് ഒന്നായിരിക്കണം. അങ്ങനെയാണ് ഇതര മതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരേ അമ്പലത്തിൽ പോവും, ഒരു ജാതി ഭേദവും ഇല്ല, എല്ലാവരും ഒരേ അമ്പലത്തിൽ പോയി തൊഴും. എന്നാൽ ഇപ്പം ക്രിസ്ത്യാനിയിൽ കത്തോലിക്കൻ്റെ പള്ളിയിൽ പെന്തക്കോസ്തിനെ കയറ്റുമോ? മാർത്തോമേനെ കയറ്റുമോ? ഓർത്തഡോക്സിനെ കയറ്റുമോ? അതിൽ തന്നെ ബാബാകക്ഷിയിൽ മെത്രാൻ കക്ഷിനെ കയറ്റുമോ? മെത്രാൻ കക്ഷിയിൽ ബാബാകക്ഷിനെ കയറ്റുമോ? ഇതിലേതെങ്കിലും ജ്ഞാനായക്കാർ പോകുമോ? ഇല്ല. അത്രയ്ക്ക് ജാതിഭേദമാണ് അവിടെ.
ഇതിനേക്കാൾ അപകടമാണ് മുസ്ലിമിൽ. ഷിയയുടെ പള്ളിയിൽ സുന്നിക്ക് ചിന്തിക്കാൻ പറ്റില്ല, സുന്നിയുടെ പള്ളിയിൽ ഷിയയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇവർ രണ്ടു കൂട്ടരും സുന്നത്തുൽ ഖുർആൻ സൊസൈറ്റീൻ്റെ പോവില്ല. ഇങ്ങനെ വ്യത്യസ്തമാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒരേ അമ്പലത്തിലാണ് പോവുക, ഒന്നിച്ചാ പ്രാർത്ഥിക്കുക. അവിടെ വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല. ഇത്രയ്ക്കധികം മഹാത്മാക്കളുടെ ഉപദേശങ്ങളെ സ്വീകരിച്ച് നമ്മൾ സാമുദായിക ഭിന്നതയെ അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെന്താ സ്വാമി ഇത്രയ്ക്കൊക്കെ ഐക്യത്തിൻ്റെ ഭാഷ പറഞ്ഞിട്ടൊരു പക്ഷേ? മറ്റുള്ളവരാചരണങ്ങളുടെ പിന്നിൽ എന്ത് തമ്മു തല്ലിയാലും മതത്തിൻ്റെ വിഷയത്തിൽ ഒന്നായിരിക്കും. ഇവിടെ ആചരണത്തിൻ്റെ വിഷയത്തിലൊന്നും തമ്മു തല്ലില്ല. പക്ഷേ ഞാൻ കോൺഗ്രസ്സാ, ഞാൻ BJP, ഞാൻ മാർക്സിസ്റ്റാ, അടിയോടടി. ഹിന്ദുവിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഒന്നിക്കണം. സംഘടനാ ബലത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോവാൻ കഴിയൂ. പ്രത്യേകിച്ച് നമ്മൾ ജനാധിപത്യപരമായ സംവിധാനത്തിൽ മുന്നോട്ട് നീങ്ങുന്നവരാണ്. സമ്പത്ത്, സംസ്കാരം, സംഘടന, ഏറ്റവും പ്രധാനപ്പെട്ട സകാരം പറയട്ടെ, സന്താനത്തെ ഉപാസിക്കണം. സ്വാമി എനിക്കൊരു ആൺകുട്ടിയുണ്ട്, എനിക്കൊരു പെൺകുട്ടിയുണ്ട്. ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായതുകൊണ്ട് സന്താനമാവില്ല. സന്താനം എന്ന് പറയണമെങ്കിൽ തനു വിസ്താര എന്നുള്ള ധാതുവിൽ നിന്നാണ് സന്താന ശബ്ദം ഉണ്ടാവുന്നത്. ധർമ്മത്തിൻ്റെ പിന്തുടർച്ചയെ ഉറപ്പുവരുത്തുന്ന മക്കളെ സന്താനമാകൂ. അത് ആകാശത്ത് നിന്ന് കണ്ട് പൊട്ടി വീഴൊന്നുമില്ല. അവിടെയാണ് ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരമായി ഗർഭാധാനം മുതൽക്ക് സംസ്കാരങ്ങളുടെ പരമ്പരയുള്ളത്. അതിലൂടെ സത്സന്താനത്തെ നമ്മൾ ഉണ്ടാക്കണം. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, നമുക്ക് ആർക്കും സന്താനം ഉണ്ടാവരുത്, സന്താനത്തെ ഉണ്ടാക്കണം. പതിയും പത്നിയും ശുദ്ധ സങ്കല്പത്തോടുകൂടി സൽസന്താനം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് സമാഗമിക്കണം. 280 ദിവസം കുഞ്ഞ് വയറ്റ് കിടക്കുമ്പോൾ ആ കുഞ്ഞിനെ സച്ചിന്തകളെ കൊണ്ട് സ്വാധീനിക്കണം. വളർന്നു വരുന്ന 3.5 വയസ്സ് വരെയുള്ള പ്രായത്തിലെങ്കിലും മാതൃകാപരമായ ആചരണങ്ങളെ കാണിച്ചു കൊടുക്കുന്നവരാകണം. സന്താനം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് സന്താനമാണ്. ഈ വിഷയത്തിൽ അത്യപകടകരമായ വ്യതിയാനം നമ്മൾ കാണുന്നു. കഴിഞ്ഞ മാസം സർക്കാർ തലത്തിൽ നിന്ന് തന്നെ കണക്ക് പുറത്തു വന്നിരുന്നു. കേരളത്തിൽ ജനിക്കുന്ന 100 മക്കളിൽ 39 പേരാണ് ഹിന്ദു. ഇപ്പോഴത്തെ കണക്ക് ഏറ്റവും പുതിയ കണക്ക്. അപ്പം എത്ര അപകടകരമായൊരു വ്യതിയാനമാണെന്ന് നോക്കുക. കാരണം ഏകദേശം 50% വരുന്ന ജനവിഭാഗത്തിൻ്റെ സന്താനങ്ങൾ 39 ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അനുപാതം ശ്രദ്ധിക്കുന്നവർക്കറിയാം എത്ര അപകടകരമായ ജനസംഖ്യാ വ്യതിയാനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ബോർഡ് കണ്ടിട്ടുണ്ടാവും, സുറിയൻ ക്രിസ്ത്യൻ, സുറിയാനി ക്രിസ്ത്യാനി എന്നൊക്കെ. അതിലാരിക്കെങ്കിലും സിറിയെ പോകാൻ പറ്റുമോ? പോയാൽ കഴുത്തുണ്ടാവില്ല. പുറത്താക്കപ്പെട്ടു, തീർത്തും. കാരണം എണ്ണത്തിൽ വളരാതിരുന്നപ്പോൾ സ്വന്തം രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അതുകൊണ്ട് സന്താനം വേണം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 സ്ഥലത്തുനിന്ന് ഒരേ ചോദ്യം വന്നു. സ്വാമി, ഇത് വലിയൊരു പരിപാടിയാണ്, വലിയ സന്തോഷമുള്ള പരിപാടിയാണ്, കൂടുതൽ സന്യാസിമാർ ഞങ്ങളെ മധ്യത്തിലേക്ക് ഇറങ്ങണം, നിങ്ങളുടെ ഒക്കെ ഉദ്ബോധനം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടെന്ന്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയെ തരൂ. 5 കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് തരാം. അല്ലാണ്ട് ഞങ്ങളിവിടുന്ന് ഉണ്ടാക്കാനാ. ഇപ്പം നിങ്ങളോട് ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമി സംസാരിക്കുക, നിങ്ങളെന്തായാലും കേട്ടിരിക്കുന്നുണ്ടല്ലോ. എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും കല്ലെറിയുന്നൊന്നും ഇല്ലല്ലോ, കേട്ടിരിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാ?
ആ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒറ്റ കുട്ടിയായിരുന്നെങ്കിൽ സന്യാസത്തിന് അനുവാദം ചോദിച്ചപ്പോൾ അവർ തരുമായിരുന്നോ? തരില്ലായിരുന്നു. അതിൽ 5 കുട്ടികളുണ്ട്, 5ാമനാണ്. 4 ആൾക്കാർ വേറെ വഴിക്കല്ലേ, ഒന്നിങ്ങനെയും പോട്ടെ എന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ട് സമ്മതിച്ചു, പോയി നന്നായി വാ, സന്യാസിയാവുകയാണെങ്കിൽ നല്ല സന്യാസിയാവുക എന്ന് അനുഗ്രഹിച്ചു വിട്ടു. ഇന്ന് നമ്മുടെ വീടുകളിൽ അരക്കുട്ടിയാണുള്ളത്. കാരണം പതിക്കും പത്നിക്കും കൂടി ഒരു കുട്ടി. അപ്പോൾ പോപ്പുലേഷൻ നേരെ പകുതിയായി. ഇതെത്ര ആപത്കരമാണെന്ന് ആലോചിക്കുക, എത്ര ആപത്കരമാണ്. അതുകൊണ്ട് സന്താനം സമ്പത്താണ് എന്ന കാഴ്ചപ്പാടോടുകൂടി സന്താനത്തെ ഉപാസിക്കുക. ഇവിടെ ഇരിക്കണ ഭൂരിഭാഗം പേർക്കും ഇനിയിപ്പോൾ വലിയ മനസ്സിരുത്തിയിട്ട് പ്രയോജനം ഉണ്ടാവില്ല. പക്ഷേ നമ്മളിലൂടെ, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിലൂടെ ആ സന്ദേശം എത്തണം. നമുക്ക് ധാരാളം മക്കൾ വേണം. ചിലപ്പോൾ ചിലർ പറയും, നിങ്ങൾ സന്യാസിയ, നിങ്ങൾക്ക് കുടുംബജീവിതത്തിൻ്റെ വിഷമം അറിയില്ല, കുട്ടികളെ പോറ്റാനുള്ള വിഷമം അറിയില്ല. എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഈ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഒറ്റ കുട്ടികളെ വീട്ടിൽ നിന്നാണ് വന്നേ? 4ഉം 5ഉം കളിച്ച് ഇടിച്ച് എന്തൊക്കെ കളിച്ച്, അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോഷണം ചെയ്ത് മാങ്ങയ്ക്ക് എറിഞ്ഞ് എന്തൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ പ്രായോഗികമായ കരുത്തോടു കൂടി നിൽക്കുന്നേ. നമ്മൾ ആരെങ്കിലും താഴോട്ട് പോയിട്ടുണ്ടോ? തെറ്റിദ്ധാരണകൾ മാറ്റുക. സ്വാമി, നിങ്ങൾ നാഷണൽ പോളിസിക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം പോപ്പുലേഷൻ കൺട്രോൾ നാഷണൽ പോളിസിയാണ്, അറിയാം. പക്ഷേ ഈ പോളിസി പാലിക്കാനൊക്കെ ഒറ്റ വിഭാഗം മാത്രം മതിയോ? പാലിക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവരും പാലിക്കണം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ എല്ലാവരും നാഷണൽ പോളിസി പാലിക്കണം. ഇതെല്ലാം പാലിക്കാൻ, എല്ലാം അനുസരിക്കാൻ ഒരു വിഭാഗം മാത്രമായാൽ മതിയോ? ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം. അതുകൊണ്ട് പറയാനുള്ളത്, ഈ ഏകതയുടെയും കരുത്തിൻ്റെയും ആചാരനിഷ്ഠയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും സന്ദേശം നമ്മുടെ സംഘടനകളിൽ നമുക്ക് നൽകാൻ സാധിക്കണം എന്ന് മാത്രമാണ്. ഇത് നമ്മൾ ആരംഭിച്ചത് വാൽമീകി ജയന്തി ദിവസമാണ്. അധ്യാത്മരാമായണത്തിനനുസൃതമായിട്ട് നമ്മളെല്ലാം തലമുറകളായി മാനിച്ചു വരുന്നതിനനുസരിച്ച് പറഞ്ഞാൽ, സ്വന്തം മഹിമ വിസ്മരിച്ച്, ആവർത്തിക്കുന്നു, സ്വന്തം മഹിമ വിസ്മരിച്ച് അബദ്ധമായ സഞ്ചാരം ചെയ്ത വ്യക്തി, സ്വയം മറന്നുപോയി തെറ്റുകൾ ചെയ്ത് കൂട്ടിയ വ്യക്തി, മഹാത്മാക്കളുടെ ഉപദേശം കേട്ട് മഹർഷിയായ ആദി കവിയായ ആ മഹാപുരുഷൻ്റെ ജയന്തിക്കാണിത് ആരംഭിച്ചത്. ഇത് സമാപിക്കുന്നതാകട്ടെ എല്ലാ ഇരുട്ടിനെയും വകഞ്ഞു മാറ്റി നമ്മുടെ സമാജത്തിൽ പ്രകാശം വ്യാപിപ്പിക്കുന്ന ദീപാവലിയുടെ സന്ദർഭത്തിലാണ്. അതുകൊണ്ട് ഈ യാത്രയുടെ ഈ സമയം തന്നെ വലിയൊരു സന്ദേശത്തെ നൽകുന്നുണ്ട്. ആ തിരിച്ചറിവിലൂടെ, സപ്തർഷിമാരുടെ ഉപദേശങ്ങളെ കേട്ടറിഞ്ഞ തിരിച്ചറിവിലൂടെ മഹത്വത്തെ പ്രാപിച്ച വാൽമീകിയിൽ നിന്ന് ആരംഭിച്ച് അന്ധകാരത്തെ വകഞ്ഞു മാറ്റി പ്രകാശപൂർണമാക്കുന്ന ദീപാവലിയിലേക്ക് നമുക്ക് ഉയരാം. അപ്പോൾ 20-ാം തീയതി ശ്രദ്ധിക്കുക, 20-ാം തീയതി നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമുക്ക് സാധിക്കുന്ന ഇടങ്ങളിലൊക്കെ പരമാവധി ദീപങ്ങൾ ജ്വലിപ്പിക്കുക. ആ ദീപങ്ങൾ ധർമ്മജാഗരണത്തിൻ്റെ വലിയ ജ്യോതിസായി ഉയരട്ടെ. എല്ലാവരും അത് ഓർമ്മിക്കുക. ഒക്ടോബർ 20-ാം തീയതി നമ്മളാൽ സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ധർമ്മജാഗരണത്തിൻ്റെ ജ്യോതിസ് ഉയർത്തുക എന്ന് മാത്രം പറയുകയാണ്.